ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ശ്രീദേവി മഹാത്മ്യം കിളിപ്പാട്ട് 4-ാം അധ്യായം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ദേവി നാരായണി നമോസ്തുതേ. മാധർമേ മധുകൈഢഭഗ്നി മഹിഷപ്രാണാപഹാരോദ്യമേ ഹേലാനിർമ്മിതധൂമ്രലോചനവധേ ഹേ ചണ്ഡമുണ്ടാർദിനി നിശേഷീകൃതരക്തബീജതനുജേ നിത്യേ നിസുംഭാവഹേ സുംഭദ്വംസീ സംഹാരാശു ദുരിതം ദുർഗേ നമസ്തേ അംബികേ ദുർഗേ നമസ്തേ അംബികേ ദുർഗേ നമസ്തേ അംബികേ. അഞ്ചു നിറമുള്ള കൊഞ്ചും മൊഴിയാളേ നെഞ്ചം തെളിഞ്ഞു നീ ചൊല്ലിയിടു ശേഷവും എങ്കിലോ കേൾപ്പിൻ മഹിഷനെ കൊന്നാശോ സങ്കടം തീർത്തോരു ദേവിയെ സാദരം ഇന്ദ്രാദിദേവകളും മുനിവർഗവും വന്ദിച്ചു കൂപ്പി സ്തുതിച്ചു തുടങ്ങിനാർ. നിശേഷ ദേവാംശമൂർത്തിയാം ദേവിയാൽ വിശ്വമെല്ലാം നിറയപ്പെട്ടിരിക്കുന്നു. നിശേഷദേവ മുനിഗണ പൂജയാം വിശേഷരിക്കൂ നമസ്കാരമെപ്പോഴും. മംഗലയാകിയ ലോകമാതാമുദ മംഗലം നൽകുക ഞങ്ങൾക്കു സന്തതം. യാതൊരു ലോകമാതാവിൻ പ്രഭാവങ്ങൾ ധാതാവിനും പുരാരാരിക്കുമനന്തനും വാഴ്ത്തുവാനാവതല്ലങ്ങിനെയുള്ളോരോ കാത്യായിനി ദേവി കാത്തുകൊള്ളേണമേ. ലോകരക്ഷയ്ക്കും അശുഭനാശത്തിനും ലോകനാഥേ ദേവി കൽപ്പിക്ക വേണമേ. യാതൊരു ദേവി സുഹൃതികൾ മന്ദിരേ ശ്രീദേവിയായതും പാപികൾ മന്ദിരേ നിത്യമലക്ഷ്മിയാകുന്നതും കേവലം പണ്ഡിതന്മാരുള്ളിൽ ബുദ്ധിയാകുന്നതും പുണ്യാത്മാനാമുള്ളിൽ ശ്രദ്ധയാകുന്നതും സൽക്കുല ജന്മിനാം ലജ്ജയാകുന്നതും ദുഃഖനാശേ നിൻ തിരുവടി താനല്ലോ. അങ്ങിനെയുള്ള ദേവിക്കു നമസ്കാരം ഇങ്ങനെ വിശ്വത്തെ രക്ഷിക്ക വേണമേ. എന്തു വർണ്ണിപ്പതന്ത്യം തവ രൂപം എന്തു വർണ്ണിപ്പതു വീര്യം മഹാത്ഭുതം എന്തു വർണ്ണിപ്പതു യുദ്ധവൈദഗ്ധ്യങ്ങൾ സന്തതം ദേ നമസ്കാരം ജഗന്മയീ. സർവപ്രപഞ്ചത്തിനും ഹേതുഭൂതയാം സർവാശയേ ത്രിഗുണാത്മികേ ശാശ്വതേ. നാദേ ഹരിഹര ബ്രഹ്മാദികളാലും ഏതും അറിഞ്ഞുകൂടാത ജഗന്മയീ. സർവം തവൈവാംശഭൂതം ജഗതിദം അവ്യാകൃതയാം പ്രകൃതിയാകുന്നതും. സ്വാഹേതുദീര്യ മഖേഷു സുരഗണം ദാഹമകന്നുടൻ തൃപ്തിയെ പ്രാപിച്ചു. പിന്നെ സ്വധാ ശബ്ദമുച്ചാര്യ കർമ്മണി നന്നായി പിതൃക്കളും തൃപ്തിയെ പ്രാപിച്ചു. സർവേന്ദ്രിയങ്ങളെയും അടക്കി സദാ സർവദാ മോക്ഷാർത്ഥികളം മുനികളാൽ അഭ്യസപ്പെട്ടിരിക്കുന്ന വിദ്യയാം ചിൽപുരുഷപ്രിയേ ദേവീ നമസ്കാരം. ഉത്ഗത പാഠങ്ങളായ സാമങ്ങൾക്കും ഋഗ്യജുഷാം മൂലമായ ശബ്ദാത്മികേ സർഗസ്ഥിതിലയ ഹേതുത്രീഭൂത ദുർഗഭവാർണവത്തിനു തരണിയാം ദുർഗേ മഹാശാസ്ത്രബോധമേധേ ശിവേ സ്വർഗാപവർഗതേ നിത്യം നമോസ്തുതേ. വൈകുണ്ഠവക്ഷസ്ഥലാലയേ മംഗളേ ശ്രീകണ്ഠവല്ലഭേ ഗൗരീ നമോസ്തുതേ. ദേവീ പ്രസാദേന നല്ലതു വന്നിടും ദേവിതൻ കോപേന നാശവും വന്നിടും. യാതൊരു പുരുഷന്മാരെ കുറിച്ചുള്ളിൽ പ്രീതി ഭവിക്കുന്നിതമ്പയ്ക്കവരല്ലോ സമ്മതന്മാരവർക്കല്ലയോ സൗഖ്യവും നിർമ്മലമായ യശസ്സും അവർക്കല്ലോ. ബന്ധുവർഗത്തിനും ദുഃഖമകപ്പെടാ സന്തതി ഭൃത്യകളത്ര സൗഖ്യങ്ങളാൽ ധന്യന്മാരാകുന്നതും അവരെപ്പോഴും പുണ്യകർമ്മങ്ങളെ ചെയ്യുന്നതും അവർ. സ്വർഗാനുഭൂതിയുണ്ടായി വരും ഓരോ
ദുഃഖമൊരു നാളും ഉണ്ടാകയില്ലല്ലോ. ഭീതന്മാർ ചിന്തിച്ചു സേവിച്ചു കൊള്ളുകിൽ ഭീതിയെല്ലാം അകന്നിടും ദ്രുതതരം. സ്വസ്ഥരായുള്ളോർ സേവിച്ചു കൊള്ളുകിൽ ചിത്തവും ശുദ്ധമായി വന്നുകൂടും ദൃഢം. ദാരിദ്ര്യ ദുഃഖ ഭയങ്ങളെ നീക്കുവാൻ ആരിത്രിഭുവനത്തിങ്കൽ നീ എന്നിയേ. തുല്യരില്ലല്ലോ പരാക്രമത്തിനുതേ കല്യാണരൂപം ഭയരമെത്രയും. ചിത്തേ കൃപയുണ്ടോ ദീനജനം പ്രതി യുദ്ധേ കഠോരത്വവും പാരമുണ്ടല്ലോ. ലോകത്രയം തയാ പാലിതമായിരോ ശോകമകഞ്ഞിരോ ഞങ്ങൾക്കുമൊക്കവേ. ശൂലേന പാലിച്ചു കൊള്ളുക ഞങ്ങളെ പാലിച്ചുകൊള്ളുക ഖഡ്ഗേന ചണ്ഡികേ. പാലിക്ക ഖണ്ഡാനിനാദേന ഞങ്ങളെ പാലിക്ക ചാപജ്യാനാദേന സന്തതം. നാലുദിക്കിങ്കലും പാലിച്ചു കൊള്ളുക പാലിക്ക സൗമ്യങ്ങളായ രൂപങ്ങൾ തേ. പാലിക്ക ഘോരമായുള്ള രൂപങ്ങളും പാലിച്ചു കൊള്ളുക ദേവി ശസ്ത്രേണതേ. സ്വർഗവും ഭൂമണ്ഡലത്തെയും രക്ഷിക്ക ദുർഗേ ഭഗവതീ നിത്യം നമോസ്തുതേ. ഇന്ദ്രാദി ദേവകളിത്തം സ്തുതി ചെയ്തു നന്ദനോത്ഭൂത പ്രസൂനങ്ങൾ അർപ്പിച്ചു. ദിവ്യമാം ഗന്ധാനുലേപനാദ്യൈരലം ഗവ്യഹവ്യാദികൾ കൊണ്ടു പൂജിച്ചുടൻ. തൃപ്തി വരുത്തി നമസ്കരിച്ചിടിനാർ അപ്സര സ്ത്രീകളും പാടിനാട്യം ചെയ്താർ. ദേവകളോടരുളി ചെയ്തിതന്നേരം ദേവിയോമേറ്റം പ്രസാദിച്ചു സാദരം. സന്തുഷ്ടയായതോ ഞാനിനി നിങ്ങൾക്കു ചിന്തിതം ചൊല്ലിയിടുവിൻ വരം നൽകുവൻ. എങ്കിലോ മാനുഷരിസ്തുതി ചൊല്ലുകിൽ സങ്കടം തീർത്തു സമ്പത്തു നൽകേണമേ. അങ്ങനെ തന്നെയൊരന്തരമില്ലിനി നിങ്ങൾ സുഖിച്ചു വസിച്ചാലുമേവരും എന്നരുൾ ചെയ്തു മറഞ്ഞിതു ദേവിയും വിണ്ണവരും ചെന്നു പുക്കാർ നിജാലേ. കേൾക്കാ നൃപേന്ദ്ര വൈശോത്തമ നിങ്ങളെന്നാക്കമേറും മുനിശ്രേഷ്ഠനരുൾ ചെയ്തു. പിൽപ്പാടു ഗൗരി കളേബരത്തിങ്കൽ നിന്നുൽപ്പന്നയായതു മായാഭഗവതി. ശുംഭനിശുംഭന്മാരെ കൊല്ലുവനതും സംപ്രീതിയോടു കേൾപ്പിൻ പറഞ്ഞിടുവൻ. ഇഷ്ടമരുൾ ചെയ്തു താപസശ്രേഷ്ഠനും അധ്യായവും 4 ഇവിടെ കഴിഞ്ഞിടൂ. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബികേ ദേവി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവി നമോ നമഃ.